ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഫുൾ കുർത്തിയുടെ വർക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ ഒരു ബീച്ച് കളർ മെറ്റീരിയലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നെക്ക് വരച്ചു കൊടുത്തു, ഒപ്പം ഡിസൈനും വരച്ചു കൊടുത്തു. സോ ഈ ഒരു വർക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ യൂഷ്വലി യോക്കിൽ ചെയ്യുന്ന പോലെയല്ല, പക്ഷേ ഒരു ഫുൾ ബോഡി കവർ ചെയ്യുന്ന രീതിയിലുള്ള വർക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആങ്കറിൻ്റെ ത്രെഡും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നീഡിലും എടുത്തിട്ടുണ്ട്. ഇനി ഈ വട്ടോട്ട് കൊടുത്തേക്കുന്ന അടുത്തെല്ലാം ഞാൻ ബുളിയൻ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. സോ 6 സ്റ്റാൻഡിൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത്. മെറൂൺ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ത്രെഡ് ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം കുറച്ച് ക്ലോത്ത് മാത്രം സൂചിയിൽ കയറ്റിയിട്ട് 5 പ്രാവശ്യം ഇതുപോലെ ചുറ്റി നല്ലപോലെ ടൈറ്റായിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റിച്ചിന് ചുറ്റുമായിട്ട് നമ്മൾ അടുത്ത ലെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 30 പ്രാവശ്യം നീഡിന് ചുറ്റും ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിൻ്റെ റൗണ്ട് ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ നല്ല ടൈറ്റായിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഓരോ പെറ്റൽസാണ് ചെയ്യുന്നത്. ബുളിയൻ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള നമ്പേഴ്സ് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ പെറ്റൽസിൻ്റെയും സൈഡിൽ നിന്നുള്ളതായിട്ട് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. മിഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വേണം ഓരോ പെറ്റലിനെയും ചെയ്തു കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരത്തുള്ളൂ. ഓരോ ഫ്ലവറിൻ്റെയും പെറ്റൽസ് ആക്ച്വലി ഇത്രയും കൗണ്ടിലായിരിക്കും ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യുന്ന പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് ഡിഫർ ആകും. ഇപ്പം നമ്മൾ കുറച്ച് ലെങ്ത്തിലാണ് പെറ്റൽ ചെയ്യണമെങ്കിൽ കുറച്ച് ഇതിൽ തന്നെ നമുക്ക് ആ ഫ്ലവർ ഫുൾ കവേർഡായി കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് കുട്ടിയായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കണമെങ്കിൽ നിറയെ പെറ്റൽസ് വരുന്ന പോലെ വരും. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന എല്ലാത്തിലും ഇതേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. ഇനിയുള്ളത് ഞാൻ ഓരോന്നിനും ഇല മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. സോ ഓരോ ഫ്ലവറിനും അറ്റ്ലീസ്റ്റ് 2 കിട്ടുന്ന രീതിയിൽ 2 ഇല കിട്ടുന്ന രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. സെയിം ക്ലോത്തിൻ്റെ ഒരു പോയിൻ്റ് ഹൈ ആയിട്ടുള്ള കളറാണ് ലീഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ത്രെഡ്. ഇതിനു വേണ്ടി 6 സ്റ്റാൻഡ് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സ്റ്റിച്ചാണ് ചെയ്തെടുത്തേക്കുന്നത്. സോ ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഇലയിലേക്ക് ചെയ്തെടുക്കുക. വരച്ച് കൊടുത്തിട്ട് വേണം ലീഫ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമുക്കത് കിട്ടില്ല. സോ എല്ലാത്തിൻ്റെയും ലീഫ് ചെയ്തെടുക്കാം. നമുക്ക് ലീഫ് അധികം തെളിഞ്ഞ് കാണണ്ടാത്ത രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിൽ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ വർക്ക് ചെയ്തെടുത്തു. ഇനിയുള്ളത് ബീഡ്സ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നോർമൽ എംബ്രോയ്ഡറി ത്രെഡല്ല യൂസ് ചെയ്തേക്കുന്നത്, മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ ആരി വർക്കിലല്ല, ഞാൻ നോർമൽ വർക്കിലായിട്ട് ചെയ്തതാണ് കാണിച്ചു തരുന്നത്. ബീഡ് ക്രോസ് ചെയ്തിട്ട് ആ ബീഡിൽ തന്നെ 2 പ്രാവശ്യം ഇതുപോലെ ലെങ്ത്തിലെടുക്കുക. അപ്പോഴാണ് അത് ശരിക്കും ടൈറ്റായിട്ട് വരത്തുള്ളൂ. സോ ഇൻഡിവിജ്വലായിട്ട് ബീഡ് ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും എടുക്കുന്ന ബീഡിൻ്റെ ഇടയിൽ കൂടെ 2 പ്രാവശ്യം ഇതുപോലെ എടുത്ത് അതിനെ ടൈറ്റായിട്ട് കൊടുക്കുക. അങ്ങനെ ഇടവിട്ടായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ എടുത്തു കൊടുക്കണം. ബീഡ് മൊത്തം ഇതുപോലെ എടുത്തു. ഇനിയുള്ളത് നമ്മൾ താഴത്തേക്കുള്ള വർക്കാണ്. അപ്പോൾ താഴത്തേക്കായിട്ട് ഞാൻ ഫുൾ ബോഡി വർക്കാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടി ഇനി ചെയ്യുന്നത് ആരി വർക്കാണ്. താഴത്തേക്ക് ഒരു ലൈനിലാണ് വർക്ക് ചെയ്തെടുക്കുന്നത്. സോ ആരി ചെയ്യാനായിട്ട് ആരി നീഡിൽ എടുത്തിട്ടുണ്ട്. നീഡിൽ ആദ്യം ഇവിടെ കെട്ടെടുത്തു. പിന്നെ ഓരോ ബീഡും ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ലൈനിൽ ഓരോ ബീഡും കോർത്തു. 5 ബീഡ് ക്രോസ് ചെയ്തതിന് ശേഷം 5 ഗ്ലാസ് ബീഡ് ഇതുപോലെ
ഇതുപോലെ കൊടുത്തതിന് ശേഷം ഞാനൊരു കട്ട് ബീഡാണ് കൊടുത്തേക്കുന്നത്. ഒരു സെമി സർക്കിൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് അടുത്തത് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു കട്ട് ബീഡ് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 5 ബീഡ് എടുത്തു. പിന്നെയും അടുത്ത കട്ട് ബീഡ് കൊടുത്തു. ആരി വർക്ക് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചെയ്യണം, എന്നാലാണ് അത് ശരിക്കും കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുപോകുന്ന ഫുള്ളായിട്ടുള്ള വർക്ക് വിട്ടുപോകും. നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിൽ ഗ്ലൂ വെച്ച് ശരിക്കും അത് ലോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വിട്ടു പോരാത്ത രീതിയിൽ അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വെക്കണം. അങ്ങനെ ഇതുപോലെ ലൈൻ ഫുള്ളായിട്ട് കൊടുത്തു. ഇനി അടുത്തത് ഈ കൊടുത്തതിലേക്ക് അടുത്ത വർക്ക് ചെയ്യാനായിട്ട് സീക്വൻസും ഇതുപോലെ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഒപ്പം ഞാൻ ഈ കൊടുത്തേക്കുന്ന സെയിം ബീഡ് തന്നെ. അപ്പോൾ ഞാൻ ഇതിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഗ്ലാസ് ബീഡ്, പിന്നെ എടുത്തേക്കുന്നത് ഒരു ഷുഗർ ബീഡ്, അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു സീക്വൻസാണ്. സോ ഈ ഓർഡറിൽ നമ്മൾ കറക്റ്റ് ടൈറ്റായിട്ട് ഒരു വി ഷേപ്പിൽ ചെയ്തു. അത് കഴിഞ്ഞ് നടുക്കിലേക്കും ഇതുപോലെ ചെയ്തെടുത്തു. ഒരു പൂവിൻ്റെ പെട്ടൽ നിൽക്കുന്ന പോലെ, വിടർന്ന് നിൽക്കുന്ന പോലെയുള്ള ഷേപ്പിലായിട്ട് വരും. ഇതിപ്പോൾ ആദ്യത്തെ സൈഡിലേക്ക് ചെയ്തു. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആരി വർക്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം, ഇല്ല ഹാൻഡ് വർക്കായിട്ട് ഇതുപോലെ കൈ വെച്ചും ചെയ്തെടുക്കാം. സോ ഇങ്ങനെ ഈ നടുവിൽ നമ്മൾ കട്ട് ബീഡ് കൊടുത്തതിൽ എല്ലാത്തിലും ഈ സെയിം വർക്ക് കണ്ടിന്യൂ ചെയ്ത് എടുക്കണം. സോ ഇതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തെടുത്തത്. നെക്കിൻ്റെ പോർഷൻ മേലെയാണ് വരുന്നത്. ഇതുപോലെ 2 സെറ്റ് ഫ്ലവേഴ്സ് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡിൽ മേലെയും താഴെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള ലൈനിൽ മൊത്തം ഈ ഒരു വർക്കാണ് കണ്ടിന്യൂ ചെയ്തത്. ഇനി മിഡിൽ പാർട്ടായിട്ട് പ്ലെയിനായിട്ട് കിടക്കാതിരിക്കാൻ അതിലും കുട്ടിയായിട്ട് ഞാൻ ഓരോരോ മോട്ടിഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സെയിം കട്ട് ബീഡ് തന്നെ നമ്മൾ കോർത്ത് കൊടുക്കുക. 2 പ്രാവശ്യം എടുത്ത് ടൈറ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് ചുറ്റും ഈ ഷുഗർ ബീഡ് റൗണ്ടിലായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സോ റൗണ്ടിലായിട്ട് ഒരു 14 ബീഡിൻ്റെ സൈസിലാണ് ഞാൻ എടുത്തത്. 14 ബീഡ് കൊടുത്താൽ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വരും. ഇതാ നമുക്ക് വെച്ച് നോക്കുക കറക്റ്റായിട്ട് വന്നെങ്കിൽ അതനുസരിച്ച് ഇതുപോലെ റൗണ്ട് ആവുക. അത് കഴിഞ്ഞിട്ട് ഈ ബീഡ്സിന് ഉള്ളിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ട് എല്ലാ സൈഡിൽ നിന്നും ലോക്ക് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. സോ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കുത്തെടുത്തേക്കുന്ന എല്ലാ പോർഷനിലും ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള വർക്കിൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതാണ് ഹാൻഡ് വർക്കിൽ, ഹാൻഡിൻ്റെ സ്ലീവ്സിലുള്ള വർക്ക്. സോ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഇതുപോലത്തെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതാണ്. സോ താങ്ക് യു.